മലബാറുകാരുടെ സ്വന്തം ബ്രെഡ് പോളയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ചിലർ ഇതിന് ബ്രെഡും മുട്ടയും ഉറപ്പിച്ചതെന്നും പറയലുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പോള എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് മെയിനായിട്ടും വേണ്ടത് മുട്ടയാണ്. 5 എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഡബിൾ ആക്കിയിട്ട് എടുക്കുക. ചെറുതാണെങ്കിൽ കുറച്ച് ഒരു 2-3 മുട്ടക്കെല്ലാം ചെയ്യാനും പറ്റും കേട്ടോ. ഞാനിപ്പോൾ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സൈസിൽ കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ 5 മുട്ട എടുത്തത്. അപ്പോൾ ഇതേപോലെ ആദ്യം നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് വേണം. ബ്രെഡ് 6 സ്ലൈസാണ് എടുത്തത്. ആദ്യം നമുക്ക് ബ്രെഡിൻ്റെ ഈ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ സൈഡിലുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇത് ഒഴിവാക്കിയിട്ട് ചെയ്താലാണ് ബ്രെഡ് പോള നല്ല വൈറ്റ് കളറിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഈ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ പീസെല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തം ബ്രെഡും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ് വൈറ്റ് ഇല്ലേ, അത് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എഗ് യോക്ക് മാറ്റി വെക്കണേ, എഗ് വൈറ്റ് മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിപ്പോൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഒരു ലഞ്ച് ബോക്സോ മറ്റോ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഗീയോ അല്ലെങ്കിൽ ഓയിലോ മറ്റോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി മൂടി വെക്കാം. വെള്ളം ചൂടായതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാവും. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ് യോക്കിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെയെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയി. നമുക്കിതിനി തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ മുട്ടൻ്റെയും ബ്രെഡിൻ്റെയും മിക്സ് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എഗ് യോക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് ഫുള്ളായിട്ടും നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ 4 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ബ്രെഡ് പോള നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. മുട്ടയായതുകൊണ്ട് തന്നെ വേഗം തന്നെ റെഡിയാവും. ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ആദ്യം സൈഡെല്ലാം ഒന്നിങ്ങനെ വിട്ട് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ പുഡിങ്ങെല്ലാം കഴിക്കുന്നില്ലേ, അതേപോലെ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയാണ്. ഇത് വേഗം തന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാണാൻ നല്ല മൊഞ്ചുള്ള ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയർ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.